നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. സംഖ്യാ ജ്യോതിഷത്തിൽ ജന്മനക്ഷത്രത്തിനല്ല പ്രസക്തി എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ഇതിൽ ജനിച്ച തീയതിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. നമ്മൾ ജനിച്ച ഡേറ്റ് ഏതാണോ അതിനനുസൃതമായി ജന്മസംഖ്യ കണ്ടുപിടിക്കുന്നു. 3-ാം തീയതിയാണ് ജനിച്ചത് എങ്കിൽ 3 ജന്മസംഖ്യ. 9-ാം തീയതിയാണ് എങ്കിൽ 9. 9-നപ്പുറം 2 അക്കങ്ങൾ വരുന്ന സംഖ്യയാണല്ലോ. അപ്പോൾ അവ രണ്ടും കൂടി കൂട്ടിക്കാണുന്ന സംഖ്യയാണ് ജന്മസംഖ്യ എന്ന് അറിയണം. ഉദാഹരണത്തിന് 15-ാം തീയതിയാണ് ജനിച്ചത് എങ്കിൽ 1 + 5 = 6 അയാളുടെ ജന്മസംഖ്യ എന്ന് അറിയണം. ഈ 2 അക്കങ്ങൾ തമ്മിൽ കൂട്ടി ഏകസ്ഥാന സംഖ്യയാക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഇതിൽ ജന്മസംഖ്യ ആകുന്നത്. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒരു ഉദാഹരണം കൂടി നോക്കാം. 29-ാം തീയതി ഒരാൾ ജനിച്ചു. 2 + 9 = 11. വീണ്ടും അത് 2 അക്കമായി മാറി. അപ്പോൾ അവ തമ്മിൽ വീണ്ടും കൂട്ടണം. 1 + 1 = 2. 2 അയാളുടെ ജന്മസംഖ്യ എന്ന് മനസ്സിലാക്കാം. ഒരു മാസത്തിലെ ഏതു തീയതിയിൽ ജനിച്ചാലും അവയെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാക്കിയാണ് സംഖ്യാശാസ്ത്രത്തിൽ ജന്മസംഖ്യ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് കണക്കാക്കുമ്പോഴാണ്. ഭാരതത്തിൽ ഉദയം മുതൽ ഉദയം വരെയാണ് ദിവസം കണക്കാക്കുന്നത് എങ്കിൽ പാശ്ചാത്യർ രാത്രി 12 മണിക്ക് ശേഷം ദിവസം മാറിയതായി കണക്കാക്കുന്നു. ന്യൂമറോളജി ഈ രീതിയിലാണ് കണക്കാക്കേണ്ടത്. 1-ാം തീയതി രാത്രി 12 മണി 1 സെക്കൻഡിനാണെങ്കിൽ പോലും 2-ാം തീയതിയായി കണക്കാക്കണം എന്ന് സാരം. ഈ ജന്മസംഖ്യയെ അടിസ്ഥാനമാക്കി ഫലം പറയും. അത് ഇനി വരും വീഡിയോയിൽ കൂടി വിശദമായി മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.